السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഏറ്റവും വലുതായ പാപങ്ങൾ ഏതാണ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ശരി പറയൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശിർക്ക് ചെയ്യുക, ബഹുദൈവ ആരാധന, അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുക, അത് ഒരു വൻപാപമാകുന്നു. മാതാപിതാക്കളോട് ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്നു വൻപാപമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നു, ചാരിയിരിക്കുകയായിരുന്നു അതുവരെ ഒരു തലയിണയിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് താക്കീത് തരുന്നു നുണ പറയുന്നതിനെ പറ്റി, അല്ലെങ്കിൽ കള്ളസാക്ഷി പറയുന്നതിനെ പറ്റി. അത് അദ്ദേഹം എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം നിർത്തൂല എന്ന് തോന്നുന്നത് വരെ ഞങ്ങൾ കേട്ടു എന്ന്. അതായത് 10, 20, 100 പ്രാവശ്യം ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നങ്ങ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കേട്ടവർക്ക് ഇതിന് എണ്ണവും പോയി, ഇത് റസൂൽ നിർത്താൻ പോലുള്ള പരിപാടിയൊന്നുമില്ല എന്ന് അവർക്ക് തോന്നുകയും ചെയ്തു. അത്രയും വലിയ പ്രശ്നമാണ് കള്ളസാക്ഷി എന്ന് പറയുന്നത്. 8ാമത്തെ വാല്യം 5976 ഹദീസിൽ വീണ്ടും കാണും. عن عبد الرحمن بن أبي بكرة عن أبيه رضي الله عنه قال النبي صلى الله عليه وسلم ألا أنبئكم بأكبر الكبائر 3 قالوا بلى يا رسول الله قال الإشراك بالله وعقوق الوالدين وجلس وكان متكئا على وقول الزور قال فما زال يكررها حتى قلنا ليته سكت. കണ്ണറിയാത്ത ഒരാളുടെ സാക്ഷിത്വം, അദ്ദേഹത്തിൻ്റെ വിവാഹം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അദ്ദേഹം നടത്തുന്ന കല്യാണം, അങ്ങനെയുള്ള ആളുടെ വാങ്ങൽ വിൽക്കൽ, കണ്ണറിയാത്ത ആളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അയാൾ ബാങ്ക് വിളിക്കുന്നത്, കണ്ണറിയില്ലാത്ത ഒരാൾ, അയാളുടെ ശബ്ദം കേട്ടാൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? ഷഹാദത്തുല്ലാമ വ നികാഹിഹി വ അംരിഹി വ ഇൻകാഹിഹി വ മുബായത്തിഹി വ ഖബൂലിഹി ഫി തഅദീനി വ ഗൈരിഹി മാ യുറഫു ബിൽ അസ്വാത്ത്. അൽ ഖാസിം, അൽ ഹസൻ, ഇബ്നു സിരീൻ, അസ്സുഹരി, അതാ ഇവരെല്ലാവരും കണ്ണറിയാത്ത ആളുടെ സാക്ഷിത്വം സ്വീകരിച്ചിരുന്നു. അശ്ശാബി പറയുന്നു, കണ്ണറിയില്ലാത്ത ആളുടെ സാക്ഷിത്വം സാധുത ഉള്ളതാണ്. അയാൾ ബുദ്ധിമാനും ചാതുര്യമുള്ളവനും, അതായത് ഇച്ചിരി കുരുട്ട് ബുദ്ധി അല്ലെങ്കിൽ തമാശ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ. അൽ ഹക്കം പറയുന്നു, കണ്ണറിയാത്ത ആളുടെ സാക്ഷിത്വം ചില കാര്യങ്ങളിൽ തീർച്ചയായും സ്വീകരിക്കാവുന്നതാണ്. അസ്സുഹരി പറയുന്നു, ഊഹിക്കുക, ഇബ്നു അബ്ബാസ് എനിക്കെതിരെ ഒരു സാക്ഷി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സാക്ഷിത്വം നിങ്ങൾ എന്തിനാണ് നിരസിക്കുന്നത്? അതായത് പെർഫെക്റ്റ് സാക്ഷിയല്ലേ എന്നുള്ള രീതിയിൽ. ഇബ്നു അബ്ബാസ് ഒരാളെ പുറത്തേക്ക് അയക്കാറുണ്ടായിരുന്നു സൂര്യാസ്തമയം നോക്കുന്നതിന് വേണ്ടിയിട്ട്, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറത്ത് പോയി നിന്ന് ഇബ്നു അബ്ബാസ് പോകുന്നതിന് പകരം വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രഭാതത്തിനെ പറ്റി ചോദിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പ്രഭാതത്തിനെ പറ്റി അറിയിച്ചു കൊടുത്താൽ അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. സുലൈമാൻ ഇബ്നു യാസർ പറയുന്നു, ഞാൻ ആയിഷയോട് ചോദിച്ചു എന്നെ അവരുടെ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാൻ. അവരെൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുലൈമാൻ അകത്തേക്ക് വരൂ, നീ ഇപ്പോഴും അടിമ തന്നെയല്ലേ, ഇനിയും നിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള മോചനത്തിന് മോചനദ്രവ്യം കുറേ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനിയും കുറച്ചുകൂടെ കൊടുത്ത് തീർക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അടിമ എന്നുള്ളതായിരുന്നു അവിടെ അന്യപുരുഷൻ എന്നുള്ള നിയമത്തിന് അതീതമായി വീടിനകത്തേക്ക് കയറി ചെല്ലാൻ അനുവാദം കൊടുക്കാനുള്ള കാരണം. സമൂറ ബിൻ ജുന്ദബ് പർദ്ദ ഇട്ട ഒരു സ്ത്രീയുടെ സാക്ഷിത്വം സ്വീകരിച്ചിട്ടുണ്ട്. വൈജാസ ഷഹാദത്തുൽ ഖാസിമു വൽ ഹസനു വബ്നു സിരീൻ വസ്സുഹരിയു വഅതാഉൻ വഖാല അശ്ശാബിയ്യി തജൂസു ഷഹാദത്തുഹു ഇദാ കാന ആഖിലൻ വഖാല അൽ ഹകമു റുബ്ബ ഷൈഇൻ തജൂസു ഫീഹി വഖാല അസ്സുഹരിയു അറഅയ്ത ഇബ്നു അബ്ബാസ ലൗ ഷഹിദ അലയ്യ ഷഹാദതൻ അകുൻത തറദ്ദുഹു വകാന ഇബ്നു അബ്ബാസിൻ യബഅസു റജുലൻ ഇദാ ഗാബത്തി الشمس أفطر ويسأل عن الفجر فإذا قيل طلع صلى ركعتين. وقال سليمان بن ياسر استأذنت على عائشة رضي الله عنها فعرفت صوتي فقالت سليمان ادخل فإنك مملوك ما بقي عليك شيء. وإجاز سامورة بن جندب شهادة امرأة മുൻതഖിബത്തിൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഖുർആൻ ഓതുന്നത് കേട്ടു. പള്ളിയിലായിരുന്നു ഓതിയത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അവൻ്റെ മേൽ കരുണ കാണിക്കട്ടെ, സംശയമേ ഇല്ല അവൻ എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ നിന്നുള്ളത്, അത് ഞാൻ മറന്നുപോയിരുന്നു.
അപ്പോൾ അതെന്നെ അവൻ്റെ ഓത്തുകൊണ്ട് ഓർമ്മപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാണ് നമസ്കരിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം അബ്ബാദിൻ്റെ ശബ്ദം കേട്ടു. അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു പള്ളിയിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആയിഷ, അത് അബ്ബാദിൻ്റെ ശബ്ദമല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, അബ്ബാദിനോട് നീ കരുണ കാണിക്കണമേ, ആമീൻ. عن عائشة رضي الله عنها قالت سمع النبي صلى الله عليه وسلم رجلا يقرأ في المسجد فقال رحمه الله لقد أذكرني كذا آية استقدتهن من سورة كذا وكذا. وزاد عباد بن عبد الله عن عائشة تهجد النبي صلى الله عليه وسلم في بيتي فسمع صوت عباد يصلي في المسجد فقال يا عائشة أصوت عباد هذا؟ قلت نعم. قال اللهم ارحم عباد. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ബിലാൽ ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോഴും രാത്രി ആയിരിക്കുമായിരുന്നു, അതായത് പ്രഭാതം ആയിട്ടില്ല. അത് നോമ്പിൽ ഇടയത്താഴം കഴിക്കാനുള്ള ബാങ്കായിരുന്നു. ഒരു നട്ടപ്പാതിര വാങ്ങുന്ന ഒരു 3 മണി അല്ലെങ്കിൽ 3:30 4 മണിക്കൊക്കെ ഉള്ള ഒരു അടയാളം. അപ്പോൾ ഉറങ്ങി കിടക്കുന്നവർ എണീറ്റ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് റസൂലിൻ്റെ സമയത്തുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ബാങ്ക് തീറ്റ നിർത്താൻ വേണ്ടി വേറെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബാങ്ക് വിളിച്ചിരുന്നത് ഇബ്നു ഉമ്മു മക്തൂം ആയിരുന്നു. അദ്ദേഹം അന്ധനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെ പറ്റിയൊക്കെ ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വന്തക്കാരനാണ്. പിന്നെ അബസ വതവല്ല എന്ന് പറയുന്ന സുഹൃത്ത് തന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അള്ളാഹു. ഇബ്നു ഉമ്മു മക്തൂം കണ്ണറിയാത്ത ഒരാളായിരുന്നു. അദ്ദേഹം ബാങ്ക് വിളിക്കില്ലായിരുന്നു. അദ്ദേഹത്തിനോട് ആരെങ്കിലും നേരം വെളുത്തു ബാങ്ക് വിളിച്ചോ അല്ലെങ്കിൽ സുബഹിയുടെ സമയമായി ബാങ്ക് വിളിച്ചോ എന്ന് പറയുന്നത് വരെ. അപ്പോൾ കണ്ണറിയില്ല, വേറൊരാൾ പറഞ്ഞ് കൊടുത്താൽ അദ്ദേഹം ബാങ്ക് വിളിക്കും. അൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ ഫകുലു വഷ്റബു ഹത്താ യുഅദ്ദിൻ ഔ ഖാല ഹത്താ തസ്മഉ ആദാന ഇബ്നു ഉമ്മി മക്തൂം വകാന ഇബ്നു ഉമ്മി മക്തൂമിൻ റജുലൻ അമാ ലാ യുഅദ്ദിനു ഹത്താ യഖൂല ലഹു അന്നാസു അസ്ബഹ്ത. അൽ മിസ്വാർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പുറത്തിടുന്ന ഉടുപ്പുകൾ, അപ്പോൾ സാധാരണ രീതിയിലുള്ള ഉടുക്കുന്നൊരു മുണ്ട്, അതിൻ്റെ മുകളിലിടുന്ന എന്തെങ്കിലും ചട്ട പോലത്തെയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കാണിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുകയോ ചെയ്തു. എൻ്റെ പിതാവ് മഖ്റമ എന്നോട് പറഞ്ഞു, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകാം, അദ്ദേഹം ചിലപ്പോൾ നമുക്ക് തുണി തന്നാലോ. അങ്ങനെ എൻ്റെ പിതാവ് വാതിൽക്ക് നിന്നു കണ്ട് സംസാരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് വന്നു. ഒരു കഷ്ണം തുണി കയ്യിലുണ്ടായിരുന്നു. മഖ്റമയോട് പറഞ്ഞു, ആ തുണിയുടെ മഹത്വമൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. കൂട്ടിച്ചേർക്കുന്നു, ഞാനത് നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്, ഞാനത് നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. അനിൽ മിസ്വാർ ബിൻ മഖ്റമത റളിയല്ലാഹു അൻഹുമ ഖാല ഖദിമത അല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിയത്തുൻ ഫഖാല ലി അബി മഖ്റമതു انطلق بنا إليه عسى أن يعطينا منها شيئا فقام أبي على الباب فتكلم فعرف النبي صلى الله عليه وسلم صوته خرج النبي صلى الله عليه وسلم ومعه قباء وهو يريحي محاسنته وهو يقول ഖബഅതു ഹാദാ ലക ഖബഅതു ഹാദാ ലക. സ്ത്രീയുടെ സാക്ഷിത്വം ഷഹാദത്തുൻ നിസായി. അല്ലാഹു തആലയുടെ വചനം, 2 ആണുങ്ങൾ സാക്ഷിയായി ഇല്ലെങ്കിൽ 1 ആണും 2 സ്ത്രീയും സാക്ഷിയാകാവുന്നതാണ്. 2-ാമത്തെ സൂറത്ത് 282-ാമത്തെ ആയത്ത്. വഖൗലില്ലാഹി തആല فإن لم يكونا رجلين فرجلا وامرأتان. അൽ-ബഖറ 282. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയുടെ സാക്ഷിത്വം പുരുഷൻ്റെ സാക്ഷിത്വത്തിന് തുല്യമല്ലല്ലോ. അപ്പോൾ സ്ത്രീ സമ്മതിച്ചു, അതെ. അദ്ദേഹം പറഞ്ഞു, കാരണം സ്ത്രീയുടെ മനസ്സിൻ്റെ കുറവ് കൊണ്ടാകുന്നു അത്, അല്ലെങ്കിൽ തലച്ചോറ് എന്ത് വേണമെങ്കിലാവാം. അഖല് അതായത് ബുദ്ധി, അതല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. عن أبي سعيد رضي الله عنه عن النبي صلى الله عليه وسلم أنه قال أليس شهادة المرأة مثل نصف شهادة الرجل قلنا بلى قال فذلك من نقصان عقلها. ആണിൻ്റെയും പെണ്ണിൻ്റെയും സാക്ഷിത്വം, പക്ഷെ അവർ അടിമകളാണ്. ഷഹാദത്തുൽ ഇമാഇ വൽ അബീദി. അനസ് പറയുന്നു, അടിമകളുടെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ്, പക്ഷേ അവർ
നീതിമാനായിരിക്കണം, അല്ലെങ്കിൽ സത്യസന്ധരായിരിക്കണം, അവർ വിശ്വസ്തരായിരിക്കണം. ഷുറൈഹും സുറാറ ബിൻ ഔഫയും ഇത് അനുവദനീയമായി കണ്ടിരുന്നു. ഇബ്നു സിരീൻ അടിമകളുടെ സാക്ഷിത്വം സ്വീകരിച്ചിരുന്നു. പക്ഷേ അതതിൻ്റെ ഉടമസ്ഥൻ്റെ അനുകൂലമായി ഉള്ളൊരു സാക്ഷിത്വമാണെങ്കിൽ അത് സ്വീകരിക്കാറില്ലായിരുന്നു. കാരണം അതിൽ ചെറിയൊരു താല്പര്യ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. സ്വന്തം അടിമയുടെ ഉടമസ്ഥന് വേണ്ടിയിട്ട് അടിമ സാക്ഷി പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല. അൽ ഹസനും ഇബ്രാഹീമും ഇത് അനുവദനീയമായി കണ്ടിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ. ഷുറൈഹ പറയുന്നു, നിങ്ങളെല്ലാവരും അടിമകളുടെയും അടിമ പെണ്ണുങ്ങളുടെയും മക്കളാകുന്നു. قال أنس شهادة العبد جائزة إذا كان عدلا وإجازه شريح وزرارة ابن عوفي. وقال ابن سيرين شهادة جائزة إلا العبد لسيده وإجازه الحسن وإبراهيم في الشيء التافه. وقال شريح كلكم بنو عبيد وإماء. ഉഖബ ബിൻ ഹാരിസ് വിശദീകരിക്കുന്നു, അദ്ദേഹം ഉമ്മു യഹ്യ ബിന്ത് അബൂൽ ഇഹാബിനെ കല്യാണം കഴിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു കറുത്ത അടിമ സ്ത്രീ വന്നു എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മുല കുടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് അത് പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖം തിരിച്ചു കളഞ്ഞു. ഉഖബ കൂട്ടിച്ചേർക്കുന്നു, അപ്പോൾ ഞാൻ വീണ്ടും റസൂൽ എങ്ങോട്ടാണ് മുഖം തിരിച്ച് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ഈ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക, അത് നിൻ്റെ ഭാര്യയെ കൂടെ നിർത്താൻ കഴിയുക? ആ സ്ത്രീ രണ്ടുപേരെയും പാല് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും അവർ പാല് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സഹോദരങ്ങളായി. കല്യാണത്തിൻ്റെ കാര്യത്തിൽ മുലകുടി ബന്ധത്തിന് തുല്യമാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് അവരെ വിവാഹമോചനം ചെയ്യാൻ ഉത്തരവിട്ടു. حدثني عقبة الحارثي أو سمعت منه أنه تزوج أم يحيى بنت أبي هاب. قال فجاءت أمة سوداء فقالت قد أرضعتكما فذكرت ذلك للنبي صلى الله عليه وسلم فأرضعني. قال فتنحيت فذكرت ذلك له. قال وكيف وقد زعمت أنها قد أرضعتكما فنهاه عنها. വയറ്റാട്ടി അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന സ്ത്രീയുടെ സാക്ഷിത്വം ഷഹാദത്തിൽ മുർദിയാത്തി. ഉഖബ ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. പിന്നീട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാല് തന്നിട്ടുണ്ട്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക? അത് നിൻ്റെ ഭാര്യയാക്കി നിലനിർത്താൻ കഴിയുക. കാരണം അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാല് തന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മുലകുടി ബന്ധത്തിൽ സഹോദരി സഹോദരന്മാരാകുന്നു. അവളെ വിട്ടേക്കുക, അതായത് വിവാഹമോചനം ചെയ്യുക എന്ന്. عن عقبة بن الحارث قال تزوجت امرأة فجاءت امرأة فقالت إني قد أرضعتكما فأتيت النبي صلى الله عليه وسلم فقال وكيف وقد قيل دعها عنك أو نحوه. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.